ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇതാ നമുക്ക് കുറച്ച് അമ്പഴങ്ങ ഉപ്പിലിട്ടത് കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്നേ ഇല്ല അല്ലെ? എനിക്കാണ് ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോഴത്തേന് നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത് ഇതാ കുറച്ച് ഉപ്പിലിട്ടത് ഒരാൾ തന്നാണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് ഞാനൊരു ചാറുകറി വെക്കാൻ പോവാം. നമ്മുടെ ഉപ്പുമാങ്ങയൊക്കെ കറി വെക്കും പോലെ. പിന്നെ ഇത് നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ നമ്മുടെ അമ്പഴങ്ങയും കുറച്ച് ചെറിയുള്ളിയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർത്ത് നല്ല പച്ചമുളകൊക്കെ ചേർത്ത് ഞെരടി കഞ്ഞി കുടിക്കാൻ എന്നാ രസം അല്ലേ? അപ്പം ഇച്ചിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്കൊരു ചാറുകറി വെക്കാം. പിന്നെ ഈ അമ്പഴങ്ങ അച്ചാറിടാനൊക്കെ നല്ല രസമല്ലേ? ഇതൊക്കെ വീട്ടിലുള്ളവര് പിഞ്ച് പറിച്ചിട്ട് അച്ചാറിടണം കേട്ടോ. നമുക്ക് എന്തായാലും ഇന്നൊരു ചാറുകറി വെക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാലേ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും തേങ്ങ, ചെറിയുള്ളി, ജീരകം, രണ്ടല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, ഉലുവ, കടുക്, ഇതൊക്കെ തന്നെയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കും നോക്കാം, വായോ. കുറച്ചല്ല, ഇച്ചിരി എനിക്ക് തിന്നാനും വേണം. നമുക്ക് അമ്പഴങ്ങ ഇത് അരി ഒന്നും വേണ്ട കേട്ടോ, നല്ലപോലെ അലുത്തതാണേ. അതുകൊണ്ട് ഇത് അരി ഒന്നും വേണ്ട, മൺചട്ടിയിലോട്ട് ഇടാം. ഇത്രയും കറി വെച്ചാൽ മതി, ബാക്കി നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 പച്ചമുളക് മുറിച്ചിട്ടതാണ്, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം. ചട്ടി ഇച്ചിരി വലുതായിപ്പോയി അല്ലേ, സാരമില്ല. ഇനി സ്റ്റൗ ഒക്കെ അങ്ങ് ഓൺ ചെയ്തേക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാവേ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കണം. 1 മുറി തേങ്ങ, പിന്നെ വെളുത്തുള്ളിയും ജീരകവും ചെറിയുള്ളി, ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. അമ്പഴങ്ങ നമുക്കത് തുറന്നു നോക്കാം. ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, കാര്യം എന്ന് വെച്ചാൽ ഉപ്പിൽ കിടന്ന അമ്പഴങ്ങ ആയതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ചേർത്താൽ മതി. ഉപ്പുണ്ട്, എന്നാലും അരപ്പൊക്കെ ചേരുമ്പോൾ ഇച്ചിരി കൂടെ ചേർക്കാം, നോക്കിയിട്ടേ ചേർക്കാവുള്ളൂ കേട്ടോ. അമ്പഴങ്ങയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ, അങ്ങനെ തന്നെ തിന്നാൻ എന്ത് രസമല്ലേ. ഇനി നമ്മുടെ അരപ്പൊന്ന് ചേർത്തേക്കാം. കുറച്ചൊരു വെള്ളം കൂടെ ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ചൂടായിക്കോട്ടെ, തിളച്ചു പോരുത് കേട്ടോ. അമ്പഴങ്ങക്കറിയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഒരു കടുക് വറയും കൂടെ ഉള്ളൂ കേട്ടോ. നമുക്ക് വേറൊരു പാൻ അടുപ്പ് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ 2 മണി ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവ പൊട്ടി വന്നാൽ കുറച്ച് കടുകിട്ട്, പച്ചമുളക്, കറിവേപ്പില. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇനി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ കറി ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റണം. നമ്മുടെ ഒരു പഴയ കാല അമ്പഴങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഒരു ഒഴിച്ചുകൂട്ടാനാണ്. നിങ്ങൾക്ക് 2 കഷ്ണം അല്ല 3 കഷ്ണം അമ്പഴങ്ങ കിട്ടിയാലും അതുകൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് കറി ചോറിനകത്തോട്ട് ഇട്ടിട്ട് ആ അമ്പഴങ്ങയും കൂടെ കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കണം അല്ലേ, നല്ല രസമല്ലേ. ഒരു ഉണക്കമീനോ അല്ലെങ്കിൽ വേറെ എന്താ ഒരു പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായി. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.